നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരുപാട് സംഭവങ്ങളുണ്ട്. രാഷ്ട്രീയം നമുക്കെന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല. ഇന്ന് രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് വേറെ കേരളത്തിലെ ഒരുപാട് സ്ഥാനാർത്ഥികളെന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും രാഹുലൊക്കെ നോക്കിയിട്ടായിരിക്കും പോയത് നോക്കുവാണെങ്കിൽ പ്രതീക്ഷിക്കാം. അതെ അതെ. ഇപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ഒരു മഴ തെക്കൻ ജില്ലകളിൽ ചെറുതായിട്ടൊന്ന് പെയ്ത് ഒരു ആശ്വാസമായിട്ടുണ്ട് ഇവിടുത്തെ സ്ഥാനാർത്ഥികൾക്കെല്ലാം തന്നെ. ഇന്നലെ ഞങ്ങൾ ചൂട് കുറവുണ്ട്, വലിയ രീതിയിലല്ലെങ്കിൽ പോലും ചെറുതായിട്ട്. ഇനി എത്ര ദിവസം നിൽക്കും? ഇന്നലെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ഒന്ന് പിന്നെ റെക്കോർഡ് ചെയ്യാനൊക്കെ വേണ്ടി ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പുറത്ത് പോയിരുന്നു. വെഞ്ഞാറവിട ഭാഗത്തൊക്കെ നല്ല മഴയായിരുന്നു. വൈകുന്നേരത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥികൾക്ക് മഴ ഒരു പരിധിവരെ ഇത് ശല്യമാണെങ്കിലും പക്ഷെ അവർക്കൊരു ആശ്വാസമാണ്. ഈ ചൂടിൽ നിന്ന് അവർക്ക് പിന്നെ ഇറങ്ങാൻ പറ്റില്ല. പിന്നെ എങ്കിലും അവർക്ക് അതിൻ്റെതായ ഒരു ആശ്വാസം കിട്ടും ഈ കൊടും ചൂടിൽ നിന്ന്. നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ട്രെൻഡിങ്ങായി നിൽക്കുമ്പോഴും ചില കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ ഞെട്ടുന്ന രീതിയിൽ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മൾ ഞെട്ടിപ്പോകുന്ന കുറച്ച് കാര്യങ്ങൾ. അതെ, ശരത്ത് പറഞ്ഞാണ് വാക്ക് കൊച്ചു കേരളമാണ്. നമ്മൾ പണ്ട് എങ്ങോട്ട് കൊച്ചു കേരളം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിയ കേരളം ആയി എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചു. ഇപ്പോഴും കൊച്ചു കേരളം തന്നെയാണ്. അത് ഈ ദിവസങ്ങളാണ് സംഭവങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഇത്രയും നമ്മളെല്ലാവരും നമ്മൾ യു പിയിൽ നോക്കും, അല്ലെങ്കിൽ അവിടെ നോക്കും ഇവിടെ നോക്കും എന്ന് പറഞ്ഞതല്ല. ആദ്യം നമ്മൾ കേരളത്തിൽ നോക്കുക. കാരണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കില്ല. നമ്മുടെ വീട്ടിൽ കിടക്കുന്ന കാര്യം നമ്മൾ ഒരിക്കലും അയലോക്കാരുടെ വീട്ടിൽ എന്ത് കിടക്കണമെന്ന് മാത്രം നോക്കുന്ന സ്വഭാവം മലയാളിയുടെ. സാധാരണക്കാർക്കിടയിലാണ് ഈ വിഷയങ്ങൾ. ഇപ്പൊ നമ്മൾ ഒരു സമയത്ത് അറിയാം, നമുക്ക് ചിലപ്പോൾ സെലിബ്രിറ്റികളായിരിക്കും അല്ലെങ്കിൽ സാധാരണ പൊളിറ്റീഷ്യൻസിലായിരിക്കും, അവർക്ക് അവരെ ചുറ്റിപ്പറ്റിയായിരിക്കും വാർത്ത. ഇപ്പൊ വരുന്ന വാർത്തകളെല്ലാം തന്നെ സാധാരണക്കാരൻ നമ്മുടെ കുടുംബത്തിലേക്കുള്ള വാർത്തകൾ, ഇപ്പം കുടുംബങ്ങളിലോട്ടുള്ള വാർത്തകളാണ് കൂടുതൽ നമ്മൾ നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വല്ലാതെ അമ്പരപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന മരണങ്ങളാണ്. മരണങ്ങൾ അത് തന്നെ. ഇതുപോലെ 3 പേർ മരിച്ചത്, ദമ്പതികളും അവരുടെ സുഹൃത്തായ മറ്റൊരു പെൺകുട്ടിയും. അത് പക്ഷെ നമ്മൾ സാധാരണ എല്ലാ വാർത്തകളെ പോലെ ഒരു ആത്മഹത്യ എന്ന രീതിയിൽ എഴുതി തള്ളിയെങ്കിലും പക്ഷെ അതിന്റെ റൂട്ട് ചെകഞ്ഞു പോകുമ്പോഴാണ് നമ്മൾ അതിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ നമ്മൾ അറിഞ്ഞത്. ചില കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ ഫോൺ രേഖകളൊക്കെ പരിശോധിച്ചപ്പോൾ തന്നെ ഇന്റർനെറ്റിലൂടെയൊക്കെ മരണാനന്തര ജീവിതം എങ്ങനെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ദുർമന്ത്രവാദം എന്ന രീതിയിലേക്ക് വീണ്ടും വരും. കാരണം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേൾക്കാറുള്ളത്. കാരണം മറ്റ് നമ്മൾ എല്ലാവരും പറയാം അവിടെ നോക്കണം. കാരണം വിദ്യാസമ്പന്നരിലാണ് നമ്മളിപ്പം സാക്ഷരതയിലെല്ലാം മുന്നിലുണ്ടെന്നൊക്കെ പറയുന്ന ആ ആളുകളുടെ ഇടയിലാണെങ്കിൽ ഇത്രയും ഇവരെന്നെ നോക്കൂ. 2 പേര് ആയുർവേദ ഡോക്ടർമാരാണ്, മറ്റൊരാൾ അധ്യാപികയാണ്. വിദ്യാഭ്യാസമുള്ള എല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമുക്ക് തന്നെ അറിയാവുന്ന ചില കുടുംബങ്ങളിൽ, ആ കുടുംബങ്ങളിലുള്ള വളരെ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ആളുകൾ പുറകെ കിടക്കുന്നവരുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പലയിടത്ത് തരത്തിലുണ്ട്. ചില ഈ മുടിയൊക്കെ ജടയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കും, ചില ഇങ്ങനെ പറഞ്ഞ ചില അമ്മമാരൊക്കെ ഉണ്ടല്ലോ, ചില ഈ ഇവരെ ശിഷ്യരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പുരുഷന്മാരുണ്ട്. ഇവർ പലപ്പോഴും നമ്മൾ സംഭവിച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇടുക്കിയിൽ തന്നെ കണ്ടില്ല സംഭവിച്ച കൊലപാതകം. അയാൾ ഒരു വലിയ പീഡകൻ കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ ഈ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ഈ പിന്നെ എന്താണ് കടുങ്കയും കൂടി ചെയ്യുന്നവരാണ്. ആ വീട്ടിൽ ചെന്ന് അവിടുത്തെ സ്ത്രീകളെ പീഡിപ്പിക്കുന്നവരാണ്. ഇതെല്ലാം വിശ്വാസത്തിൻ്റെ പേരിലാണ്. നമ്മൾ കേരളത്തിലാണ് നമ്മൾ നോക്കുമ്പോൾ ഇത്തരം വാർത്തകളുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് കേൾക്കുന്നത്. നമ്മൾ ഒരു സമയത്ത് ഇപ്പോൾ സന്തോഷ് മാധവനെ പോലെയുള്ള ആൾക്കാർ നമ്മളെ ശരി തന്നെ നമ്മൾ പറയാം ആൾദൈവങ്ങളെ നമ്മൾ പൂർണ്ണമായിട്ട് അതിനകത്ത് പറഞ്ഞില്ല. കാരണം അത് 2 തെട്ടാവും, പിന്നെ വലിയ അവിടെ മാറ്റി നിർത്താം. പക്ഷേ ഈ ഒരു വിശ്വാസം കൂടുതലുള്ളത് ഇവിടെയാണ്. മാത്രമല്ല നരബലി, ദുർമന്ത്രവാദം, അതുപോലെ തന്നെ ആസ്ട്രൽ പ്രൊജക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് മലയാളികൾ. കാരണം ഇതൊക്കെ ഒരു പരിധി വരെ നമ്മൾ ഈ ഹോളിവുഡ് സിനിമകളിലും മറ്റേ വിദേശ രാജ്യങ്ങളിലും മാത്രം കേട്ട് കണ്ടുവന്നിരുന്ന സംഭവങ്ങളൊക്കെ കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സാത്താൻ സേവ, അതുപോലെ തന്നെ പറയുന്നുണ്ട് ഹോളി ഫാദർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ഇതൊക്കെ ഉണ്ട്. ഹോളി ഡെവിൾ ഹെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. സിനിമകളിലൂടെയാണ് നമുക്ക് ഇതൊക്കെ മനസ്സിലാണ്. കാരണം ഇതൊരു ഇൻട്രസ്റ്റിംഗ് വിഷയമാണ് നമുക്ക് കേൾക്കാനൊക്കെ. കാരണം ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. കാരണം അതൊക്കെ പക്ഷെ പഠിച്ചു പോയി അതൊക്കെ അമിതമായി തലയിൽ കയറിയത് പ്രശ്നമാണ്. പഠിക്കാം, പക്ഷേ ഒന്നും തന്നെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യരുത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ചില ആത്മീയ പുസ്തകങ്ങൾ, ചില ഇത്തരം പ്രാക്ടീസുകളെ കുറിച്ച് പറഞ്ഞ ചില പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഈ പുസ്തകങ്ങളെല്ലാം എഴുതിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. സംസ്കൃതത്തിലുള്ള വലിയ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യരുതെന്ന് ജീവിതത്തിൽ മനസ്സിലാക്കി വെച്ചേക്കണം എന്താണെന്നുള്ളത്. കാര്യം നാളെ വേറൊരുത്തൻ ഇതുപോലെ പഠിച്ചിട്ട് വന്ന് നിങ്ങളെ നേരെ ഇത് പ്രയോഗിക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് മറ്റേതാണല്ലോ എന്നുള്ളത്. അപ്പോൾ അതിന് പകരം നമ്മളങ്ങ് സ്വയം ഇറങ്ങിയാണ് ഇപ്പോഴും. മറ്റേ പയ്യൻ നന്തക്കോട്ടൊരു പയ്യൻ അന്ന് അച്ഛനെ അമ്മയെല്ലാം കേടൽ, അതാണ് പറയാം ആസ്ട്രൽ പ്രൊജക്ഷൻ എന്താണെന്ന് ഇപ്പോൾ കേട്ടത് അതാണ്. അതായത് നമ്മൾ വിദേശ രാജ്യങ്ങളിലാണ്, എനിക്കൊന്ന് 17-ാം നൂറ്റാണ്ട് മുതലേ ഇത് വിദേശ രാജ്യങ്ങളിലുണ്ടായിരുന്നു. പതുക്കെയാണ് അത് കേരളത്തിലേക്ക് വന്നു തുടങ്ങിയത്. കേരളത്തിൽ വന്നപ്പോഴത്തേക്കും അവസ്ഥ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് അത്യാവശ്യം എന്താ പറയുക അത്യാവശ്യം പ്രമുഖരെയാണ്. അതായത് ഇപ്പം നമ്മളിപ്പോൾ വിദ്യാസമ്പന്നരെ അല്ലെങ്കിൽ സാംസ്കാരികമായി മുന്നിട്ട് നിൽക്കുന്ന അങ്ങനെ ആൾക്കാരെയാണ് ഇവര് കൂടുതലും. അവർക്ക് മനസ്സിലാകുകയുള്ളൂ. ഇംഗ്ലീഷിലൊക്കെ ആയിരിക്കുമല്ലോ ഇതിന്റെ. എന്നാലും ഞാൻ പറഞ്ഞില്ല നേരത്തെ പറയുന്ന പോലെ തന്നെ ഇത് അവരിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. കാരണം
ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് അമിതമായ ദൈവവിശ്വാസം ഉണ്ടായി, പിന്നെ അതിന് ഫലമില്ലാതെ പോയതിന്റെ പേരിൽ അത് മാറി. കാരണം ഈ സാത്താൻ സേവ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യം ദുർമന്ത്രം ഇതൊക്കെ തന്നെ ദൈവഭയം എന്താണ്, ഇപ്പൊ ദൈവം നമ്മളൊരു ഇതുണ്ടല്ലോ, അതിൽ നിന്ന് തീരെ എതിരാണ്. അതിൽ നിന്ന് നമ്മൾ കേട്ടാൽ ഛർദ്ദിക്കാൻ തോന്നുന്ന രീതിയിലുള്ള പ്രാക്ടീസുകളാണ് ഇവർ ചെയ്യുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മളിപ്പം ദൈവത്തിന് നമ്മളൊരു പുണ്യ പരിപാലനമായിട്ടാണെങ്കിൽ ഇവിടെ നേരെ തിരിച്ച് ഏറ്റവും ഹയസ്റ്റ്, അതായത് നവജാത ശിശുക്കളെ കൊന്ന് അതിനെ പോലും അങ്ങനത്തെ രീതിയിലേക്ക് കൊണ്ടുപോയി, അതുപോലെ തന്നെ ആർത്തവരക്തം ഉപയോഗിച്ച് മനുഷ്യ വിസർജ്യം ഉപയോഗിച്ച് അങ്ങനെ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിൽ നമ്മളെ തന്നെ മനം പഠിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നത്. ഇവിടെ നേരെ നമ്മൾ നമ്മുടെ ദൈവത്തിനെ ഇപ്പം ആരാധിക്കുന്നതിന് പകരം ഇവിടെ സാത്താനെ സ്നേഹിക്കുന്നു. ദൈവത്തെ നമ്മൾ എത്രയും പുണ്യമായിട്ടാണ് സേവിക്കുന്നതെങ്കിൽ ഇവിടെ അത്രയും അരോചകമായ രീതിയിൽ, എത്രത്തോളം അരോചകമായ രീതിയിൽ സാത്താനെ സേവിക്കാൻ പറ്റുമോ അതാണ് അവരുടെ റിസൾട്ട്. ഇത് നമുക്ക് സിനിമകളിലൂടെ കണ്ടു. നമ്മളിപ്പോൾ എനിക്കൊന്ന് പൃഥ്വിരാജ് നായനായ ഒരു ആദം ജോൺ എന്ന സിനിമയൊക്കെ ഉണ്ട്, അതിനകത്ത് കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് എന്താണ് സാത്താൻ, നമുക്ക് കറുത്ത ചിനൂട്ട്, അങ്ങനെ കുറെ നമ്മൾ കേട്ടാൽ കുറെ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ സത്യം പറയാൻ നമ്മൾ വിചാരിക്കും ഇവിടെ ഒന്നുമില്ല, പക്ഷെ ഇവിടെ പല ഭാഗങ്ങളിലാണ്. എനിക്ക് ഒന്ന് ഫോർട്ട് കൊച്ചി കേന്ദ്രീകരിച്ച് ഇവിടെ തിരുവനന്തപുരത്തിനെ കേന്ദ്രീകരിച്ച് വഴുതക്കാട് കേന്ദ്രീകരിച്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് വേറെ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെല്ലാം തന്നെ എന്തുകൊണ്ട് പോലീസോ അല്ലെങ്കിൽ അന്വേഷണ സംഘമോ ഇതിനൊന്നും നിർത്തുന്നില്ല? അതിന്റെ ഏറ്റവും വലിയ കാരണം ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്നവരെ ഇതിന്റെ കണ്ണികളായിട്ടുണ്ട്. അതൊരു സത്യമാണ്, പലർക്കും അറിയില്ല. അവരാണ് ഇതിന്റെ കാരണം. അവരെ വിശ്വാസം നമ്മളല്ല, അധ്യാപകർക്കും ഡോക്ടർമാർക്കും ഒക്കെ ഇതിനകത്ത് ആവാമെങ്കിൽ എന്തുകൊണ്ട് സാധാരണ പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനോ പറ്റില്ല എന്ന് ഈ ദിവസങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ദിനങ്ങളിൽ ഇവിടുത്തെ എത്ര വിപ്ലവാചാര്യന്മാർ ജോത്സ്യന്റെ അടുത്ത് പോയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് നോക്കിയാൽ എത്ര മണിക്ക് നോമിനേഷൻ കൊടുക്കുന്നുള്ളത് അറിയാതെ. അതാണ് എന്റെ അവസ്ഥ. നേരത്തെ പറഞ്ഞത് ദൈവം ഭയം അതൊരു ഇത് ആർക്കും ഉപദ്രവം ഇല്ലാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ അത് മാറ്റി നിർത്താം. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു കാര്യമല്ല. ഇത് കാരണം നമ്മുടെ എന്ത് പറയാനാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വല്ലാത്ത രീതിയിലാണ്. കാരണം നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറം നേരത്തെ പറഞ്ഞാൽ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ളത്. കാരണം മനുഷ്യകുലത്തെ തന്നെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള ഒരു സംഭവമാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് അന്ധവിശ്വാസത്തിനെതിരെ ഒരു നിയമമൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് പലപ്പോഴും അത് ഇല്ല. അല്ല, അതാണ് പ്രസക്തമായ ഒരു കാര്യം. കേരള നിയമസഭ ഇത് സംബന്ധിച്ച് പാസ്സാക്കിയോ സംശയമാണ്. പാസ്സാക്കിയിട്ടുണ്ടോ? ബില്ല് ആയതുള്ളൂ, പാസ്സാക്കിയോ എന്നൊരു സംശയമാണ്. പക്ഷെ നിയമപരമാണ്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ മറ്റ് മഹാരാഷ്ട്രയാണ് ആദ്യമായിട്ട് ഇതിനെതിരെ നിയമം കൊണ്ടുവന്നത്. കേരളത്തിൽ സത്യത്തിൽ എനിക്ക് സംശയമുണ്ട്, ഉറപ്പില്ല, പാസ്സാക്കിയോ എന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. അങ്ങനെ ഒരു നീക്കം നമ്മൾ നേരത്തെ കേട്ടിരുന്നു, പക്ഷെ അത് നമ്മുടെ നിയമസഭ പാസ്സാക്കിയോ എന്ന് എനിക്ക് ഉറപ്പില്ല. അത് ചെയ്യേണ്ടതാണ്. കാരണം ഇലന്തൂരിൽ നടന്ന സംഭവം ഇതൊക്കെ തന്നെ നമ്മൾ ആകെ അമ്പരപ്പിക്കുന്നുണ്ട്. ഈ മരണം എന്ന് പറയുന്നത് നമുക്കറിയില്ല അതിന് ശേഷം എന്താണെന്നുള്ളത്, ആർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് മരിച്ചിട്ട് മനസ്സിലാക്കുള്ളൂ. ആ ഒരു അവസ്ഥയിൽ ഇവരെല്ലാം ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇപ്പോഴേ ചിന്തിച്ച് നമുക്കൊരു ചെറിയ ഒരു കാലയളവാണ് നമുക്ക് ജീവിക്കാൻ അവിടെ കിട്ടുന്നത്. അത് വളരെ വലിയ കുഴപ്പമൊന്നുമില്ല, സമാധാനം ജീവിച്ചിട്ട് അങ്ങ് പോകുക എന്നുള്ളതിന് പകരം ഞങ്ങളിൽ തൃപ്തരല്ല എന്നുള്ള രീതിയിൽ കുറെ ആൾ എനിക്കെന്ത് ദൈവമേ ഇങ്ങനെ ഒരു വിധി എന്ന് പല ആളും പറയുന്നുണ്ട്. അവരെ കർമ്മം കൊണ്ട് അവർക്ക് അനുഭവിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് ദൈവത്തെ നമ്മൾ യുക്തിവാദികളാവരുത്, പക്ഷെ ദൈവഭയം തീരെ പാടില്ലെന്നും പറയുന്നില്ല. പക്ഷെ എല്ലാവരും അളവിന് വേണം. ഓരോരുത്തരുടെ വിശ്വാസമാണ്. ചിലപ്പോൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ ദൈവം ഇല്ലാന്ന് വിശ്വസിക്കുന്നവരുണ്ടാവും. അനുഭവങ്ങളിലൂടെയൊക്കെ ആയിരിക്കും വരുന്നത്. അതിന് പേരിൽ നമ്മൾ പുതിയ കണ്ടെത്തലുകൾ നടത്താൻ നോക്കി കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. കാരണം ഇപ്പൊ ഒരാൾ വരെ വഴിയായിരിക്കും മറ്റേ ചിലപ്പോൾ ആ ഒരു വിവാഹം കഴിക്കാമെന്ന് കുട്ടിയെ സ്വാധീനിച്ചെന്നൊക്കെ പറയപ്പെടുന്നു. ആ രീതിയിൽ പറയാം. ഇതിങ്ങനെ പ്രചരിക്കപ്പെടുകയാണ്. പ്രചരിക്കപ്പെടുമ്പോൾ 1 നിന്ന് 4 പിന്നെ 8 അത് ഗുണിക്കപ്പെടുമ്പോൾ അത് വല്ല രീതിയിൽ നമ്മളെ ബാധിക്കും. ഇതിലാ മരിച്ച ഒരു കുട്ടി നമ്മുടെ ഇവിടുത്തെ പ്രമുഖനായ ഒരു വ്യക്തിയുടെ മകളാണ്. അദ്ദേഹം നല്ല വായന അറിവൊക്കെ ഉള്ള നല്ല ഒരു അങ്ങനത്തെ ആളുകളുള്ള ഒരു വീട്ടിൽ ജനിച്ചു വളർന്ന കുട്ടി പോലും ഇത്തരത്തിലേക്ക് പോയി എന്ന് പറയുമ്പം ഇതിൻ്റെ സ്വാധീന ശക്തി വളരെ വലുതാണ്. ആ കേടലും വിദ്യാഭ്യാസമുള്ള ആളായിരുന്നാണല്ലോ. അപ്പോൾ ഇത് വിദ്യാഭ്യാസമുള്ളവർക്കിടയിലാണ് ഇത് കൂടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭീഷണി. വിദ്യാഭ്യാസം ഇല്ലാത്തവർ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടേക്കുള്ള ഈ ദടയും കെട്ടി വെച്ചിരിക്കുന്ന ആളുടെ പോകുന്നതല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇത്ര അപകടകരമായ അവസ്ഥയിലേക്ക് കടന്നു പോകുന്നത് ഇവരാണ്. അതിന് നമ്മൾ പേടിപ്പിക്കും. അതെ, നമ്മളിത് പറഞ്ഞ പോലെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദൈവ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് ഇല്ലീഗലായിട്ടൊന്നും നടക്കും. പക്ഷെ ഇവിടെ നടക്കുന്ന പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരെ എന്ന് പറയുന്നത് നേരത്തെ ഈ കേടൽ എന്ന് പറയുന്ന ആള് നമുക്കറിയാം 2017 നന്തൻകോടിലെ കൊലപാതകം തന്നെ സ്വന്തം അച്ഛനെയും അമ്മയും ജോലിക്കാരിയും എല്ലാം കൊന്നത് അതിക്രൂരമായിട്ട് കൊന്ന് ഫ്രിഡ്ജിൽ ഇരുത്തി അങ്ങനത്തെ രീതിയിലാണ് അത് കൊലപ്പെട്ടത്. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ ഞെട്ടിപ്പോയി. ചോദിച്ചപ്പോഴാണ് പറഞ്ഞ ആസ്ട്രൽ പ്രൊജക്ഷനെ കുറിച്ച് അയാൾ പറയുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ആത്മാവിൽ നിന്ന് ഇപ്പം മനുഷ്യ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർതിരിച്ചെടുക്കുക അങ്ങനെയുള്ള രീതിയൊക്കെയാണ് ഇവർ പറയുന്നത്. ഇവർക്ക് അതിന്റെ അതീന്ദ്രിയ ശക്തിയൊക്കെ ഉണ്ട്. അങ്ങനത്തെ രീതിയിലൊക്കെയാണ് പറയുന്നത്. നമ്മൾ സാധാരണ ആൾക്കാർ കേട്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ചിരിയായിരിക്കും പറഞ്ഞത്, അല്ലെങ്കിൽ ചിലപ്പോൾ അറപ്പായിരിക്കും. ഇങ്ങനത്തെ പ്രയോഗങ്ങൾ ചിലപ്പോൾ അറപ്പായിരിക്കും.
ഇത് സത്യം പറയുന്ന ഒരു ഭ്രാന്തമായ സ്റ്റേറ്റിൽ നിന്ന് മാറി അതിനെക്കാട്ടും അപ്പുറത്തെ രീതിയിലേക്ക് പോകുന്നതാണ്. ഇതിൽ തന്നെ ഒരു കുട്ടിയെ അവർ നേരത്തെ ഇത്തരത്തിലുള്ള ചികിത്സയ്ക്ക് വിധേയമാക്കിയിരുന്നു എന്നൊക്കെ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വരുന്നുണ്ട്. കാരണം വീട്ടുകാർ അമ്പരന്നാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ആലോചിച്ച് നോക്കുക, നമുക്കൊക്കെ മക്കളൊക്കെ ഉള്ളവരാണ്. അവരാരെങ്കിലും പെട്ടെന്ന് ഇതുപോലെ ഈ രീതിയിൽ പെരുമാറിയാലേ നമുക്ക് ആദ്യം മനസ്സിലാവില്ല ഇവരെന്താണ് ചെയ്യുന്നതെന്ന്. പിന്നെ അപ്പം നമ്മളൊക്കെ പക്ഷേ അവരുടെ മാനസിക നില ധാരാളമായെന്ന് കരുതി ആയിരിക്കും നമ്മൾ ചികിത്സിക്കാൻ പോകണം. പിന്നെ ആയിരിക്കും അറിയുന്നത് ഇത്തരത്തിലുള്ള ഈ സംഘങ്ങളിൽ ചെന്നപ്പെടുകയും ഈ പിന്നെ അവർ ഈ തലതിരിഞ്ഞ അവസ്ഥയിലാവുകയും പിന്നെ ഇത്തരം കടുങ്കൈകളിലേക്ക് പോകുന്നു. ഈ അമേരിക്കയിലൊക്കെ ഒരുപാട് ഇത്തരം ചില ആളുകളുണ്ട്. ഒരിക്കൽ അയാൾ പേര് ഞാനങ്ങ് മറന്നുപോയി. അയാൾ അനുയായികളുടെ ആത്മഹത്യ നടത്തി. എത്രയോ പേര് ഒരുമിച്ച് ആത്മഹത്യ നടത്തി. കാര്യം ഇവിടെ ഭൂമി ശരിയല്ല, ഇനി അവിടെ ഒരു സ്വർഗ്ഗലോകം പരലോകം വേറെ ഉണ്ടല്ലോ, അവിടെ നമുക്ക് വളരെ ആഡംബരം ജീവിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇങ്ങനത്തെ ആളുകളെയൊക്കെ വിശ്വസിക്കുന്ന ഈ മനുഷ്യരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അത് നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള സംസ്ഥാനമാണ് കേരളം. ഏറ്റവും അധികം എന്താണ് സാഹിത്യകാരന്മാരും സിനിമാക്കാരും തത്വചിന്തകരും ഒക്കെ ഉള്ള ഒരു സംസ്ഥാനത്ത്, എല്ലാം നല്ല വായനാശീലമൊക്കെ ഉള്ള ഒരു സംസ്ഥാനത്താണ് ഇത്തരത്തിലുള്ള പറ്റിപ്പുഴക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. കേരളം എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് ഭയങ്കര സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ കേരളം ഭ്രാന്താലയമാണെന്ന്. കാരണം അത്ര മോശമായിരുന്നു പണ്ട് കൊടുത്ത സ്ഥിതി. അത് മറ്റൊരു രീതി നോക്കുമ്പോൾ. പക്ഷെ അതിനെയൊക്കെ മാറ്റിയെടുത്ത ശ്രീനാരായണ ഗുരുവിനെയും ചട്ടമ്പി സ്വാമിയൊക്കെ പോലെയുള്ള അയ്യങ്കാളിയൊക്കെ പോലെയുള്ള വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കളൂടെ ഉണ്ടായിരുന്നു കേരളത്തിൽ. ഇവരെ പോലെയുള്ള ആളുകൾ മറ്റു സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും ഒന്നും ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ അവസ്ഥ മാറ്റിയെടുത്തവരാണ് ഇവരെല്ലാവരും. ഈ അന്ധവിശ്വാസങ്ങൾ മാറ്റാനൊക്കെ തന്നെ ഒരിക്കൽ ആരും എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച്. അദ്ദേഹം ഏതൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അന്നൊക്കെ ഈ അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെ ശക്തമായിരിക്കുന്ന സമയമാണ്. ഈ തുള്ളക്കാരനുണ്ടല്ലോ, ഈ തുള്ളിയൊക്കെ ഇങ്ങനെ അനുഗ്രഹിച്ചൊക്കെ പറയുന്നത്. അയാൾ വന്നപ്പം ഗുരുദേവൻ അദ്ദേഹത്തെ അധികം മൈൻഡ് ചെയ്തില്ല. അത് കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അപ്പം പെട്ടെന്ന് ചോദിച്ചു തന്നു, ഞാൻ ആരാണെന്ന് അറിയാമോ? അദ്ദേഹം പറഞ്ഞത്, കണ്ടിട്ട് ഒരു തടിയനാണെന്ന് തോന്നുന്നു, കാരണം ഇയാൾ ആചാരബാഹുവാണ്. എൻ്റെ ശക്തി എനക്കിപ്പം കാണണമെന്ന് ചോദിച്ചെന്നു. അപ്പോൾ ഇയാൾ പല്ലില്ലാത്ത ഒരാളായിരുന്നു. 2 പല്ലെന്ന് വെച്ചേ കൊള്ളായിരുന്നെന്ന്. ശക്തിയുണ്ട്, ദൈവശക്തി. അയാൾ കളഞ്ഞിട്ട് പോയി എന്നാണ്. അപ്പോൾ ഇതുപോലെ അത് ഈ ചട്ടമ്പി സ്വാമിയാണെങ്കിലും ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും ഒക്കെ തന്നെ ഇവർ ഇത്തരത്തിലുള്ള ആളുകളെ നന്നായിട്ട് അവരെ എന്താണ് സംസാരിച്ച് അവരെ പരാജയപ്പെടുത്തി വിട്ടിട്ടുള്ളവരെ, ഓടിച്ചു വിട്ടിട്ടുള്ളവർ ഇവിടെ നിന്നൊക്കെ. അത് ഇരട്ടി ശക്തികൾ ഇപ്പോൾ തിരിച്ചു വരുന്നു എന്നുള്ളത് അത്ഭുതകരമായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതാണ് ഈ നമ്മളെ ഈ പാശ്ചാത്യ ശക്തികളാണ് ഇവർ എല്ലാം അനുകരിക്കുന്ന പറയുമ്പോഴാണ് ഏറ്റവും വലിയ പേടിക്കേണ്ട ഒരു കാര്യം. കാരണം ഇത് അവിടെയൊക്കെ ഇപ്പോഴും ഒരു നിയമമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം ഇതിനെതിരെ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോഴും അതിനുള്ളൊരു സംവിധാനം തുടങ്ങിയിട്ടില്ല. നമ്മൾ വിചാരിക്കും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ടതില്ല, നമുക്ക് നാളെ വന്നാലേ പ്രശ്നമുള്ളൂ. ഇതൊക്കെ ഇവിടെ വർഷത്തിൽ എങ്ങനെ പോലും എത്രയോ കേസുകളായിരിക്കും. പല കേസുകളും ചിലപ്പോൾ നമ്മൾ അറിയാതെ പോകുന്നതായിരിക്കും. ഇതിപ്പോ ഈ സെർച്ച് ചെയ്തപ്പോൾ ഈ ഗൂഗിൾ എഞ്ചിനിൽ നിന്ന് കിട്ടിയ വിവരങ്ങളും അതുപോലെ തന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചൂടിനിറങ്ങിയ അന്വേഷണം നടത്തിയപ്പോഴാണ് ഇങ്ങനത്തെ വിവരം, ഞെട്ടിക്കുന്ന വിവരം കിട്ടിയത്. പല കുടുംബങ്ങൾ ചിലപ്പോൾ നടക്കുന്നുണ്ടാവാറ്. അതുകൊണ്ട് തന്നെ ഇതിന്മേൽ ഇനിയും നടപടി. കാരണം നമ്മളിത് ഒഴിച്ചുകൂടാനാവാത്തൊരു കാര്യം. നാളെ ചിലപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് സംഭവിക്കും. നമ്മൾ വിചാരിക്കും നമ്മളെ ഒന്നും ബാധിക്കില്ല, നമ്മുടെ കുടുംബത്തെ ബാധിക്കില്ല, നമ്മുടെ മക്കളെയോ വീട്ടുകാരൊന്നും ബാധിക്കില്ല. പക്ഷേ ഇതൊക്കെ കാരണത്തിന് നമ്മൾ ദൈവവിശ്വാസം പോലെ തന്നെ എങ്ങനെയാണ് ഒരു തന്നെ ദൈവഭക്തനാക്കുന്നത്, അതുപോലെ തന്നെയാണ് ഇവിടെ അന്ധവിശ്വാസം. കാരണം ദൈവത്തിലേക്കുള്ള ഒരു വിശ്വാസം, കാരണം മനുഷ്യ മനസ്സാണ് എന്ത് സംഭവിക്കും, സിറ്റുവേഷൻസ് ആണ്. കാരണം ഇത് മുതലാക്കാനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്, ഒരു വലിയ ലോബി തന്നെയുണ്ട്. പൗരപ്രമുഖരും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ, ഉന്നത മേഖലയിൽ നിൽക്കുന്നവരൊക്കെയാണ് ഇതിന്റെ അണിയറയിലുള്ളത്. അതെ. അപ്പൊ അതുകൊണ്ടാണ് ഇവർ ഇപ്പോഴും ഇവരിലേക്ക് എത്താൻ സാധാരണ ഇപ്പം ഇവരെ ഒന്നും ഒരു നിയമക്കുരുക്കിലേക്ക് പിടിച്ചിടാൻ ഇവർക്ക് പറ്റാത്തത്. കാരണം അവരെയൊക്കെ സഹായിക്കുന്ന ആൾക്കാരുണ്ട്, ഇതിലും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്ന പോലെ തന്നെ ദൈവത്തെ എതിർക്കുന്ന ഒരു വലിയ വിഭാഗവും മറങ്ങിരിപ്പുണ്ട്. ചിലർ ഏത്തിയസ്റ്റിന്റെ പേര് പറഞ്ഞു നിൽക്കും, ചിലരല്ലാതെ പേര് പറഞ്ഞ്, അങ്ങനെ പല രീതിയിൽ നിൽക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം ഇല്ലെങ്കിൽ നമ്മുടെ കേരളം നമ്മൾ വിചാരിക്കണേക്കാൾ അപ്പുറത്തെ രീതിയിലേക്ക് ചിലപ്പോൾ പോയി. ഈ കേരളത്തിൽ മുമ്പ് ഈ യുക്തിവാദ പ്രസ്ഥാനം, ഇപ്പം കോവൂര് അല്ലെങ്കിൽ പിന്നെ കലാനാഥ മാഷ്, അങ്ങനെ ഒരുപാട് പേര്, പവനൻ, അങ്ങനെ ഒരുപാട് പേര് ഉണ്ടായിരുന്നു യുക്തിവാദ. പക്ഷേ അവർ യുക്തിപരമായ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കരുത്. അതല്ലാതെ ഈ ദൈവവിശ്വാസത്തെ ഏതാണ്ട് ഈ പറഞ്ഞ പരിപാടികളുണ്ട് നേരിടെ ആയിരുന്നില്ല ചെയ്തത്. പക്ഷേ ഇന്ന് ഒരുപക്ഷെ യുക്തിവാദ പ്രസ്ഥാനത്തിന് പോലും കേരളത്തിൽ ഉദ്ദേശിച്ചാൽ പഴയ അന്നുണ്ടായിരുന്ന ഒരു നില ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. പക്ഷേ എങ്കിൽ പോലും അവർ ഈ പലപ്പോഴും അന്ധവിശ്വാസങ്ങളെ തുറന്നു കാണിക്കാനൊക്കെ അവർ ശ്രമിച്ചിരുന്നു. പക്ഷെ അവരുടെ കണ്ണിൽ പോലും പെടുന്നില്ല ഇവരെന്നുള്ളതാണ് ഈ ഇത്തരം കക്ഷികളെ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ അവരവൻ്റെ വീട്ടിൽ രഹസ്യമായിട്ട് എന്തൊക്കെ ചെയ്യുകയാണെങ്കിൽ ആരും അറിയാൻ പോകുന്നില്ലല്ലോ. ഈ പറഞ്ഞതിൽ ആലോചിച്ച് നോക്കുന്നത്, കഴിഞ്ഞ ദിവസം മരിച്ച 3 പേര് 2 പേര് ആയുർവേദ ഡോക്ടർമാരാണ്. നമ്മുടെ ശരീരശാസ്ത്രം പഠിച്ച മനുഷ്യരാണ് അവർ. സ്വാഭാവിക ഒരുപക്ഷെ അവർ സൈക്കോളജിയും പഠിച്ചിട്ടുണ്ടായിരിക്കാം. മറ്റൊരാളൊരു അധ്യാപികയായിരുന്നു. ഒരു കാര്യം ആലോചിച്ച് നോക്കുക, അവരുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കുന്നതിന്റെ ഒരാളാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് മാതൃക പറഞ്ഞു കൊടുക്കേണ്ട ആളാണ്. സ്വാധീനത്തിൽ ആരെങ്കിലും ഒരാൾക്ക് യോഗാധ്യാപികയായിരുന്നു എന്ന് പറയുന്നുണ്ട് ഒരാൾ. അതെ. അപ്പം ഇതൊക്കെ നമ്മളെ വലിയ രീതിയിലൊക്കെ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു വിഷയമാണ്. കാരണം അധ്യാപിക എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തെ തന്നെ നന്നാക്കുന്ന. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഈ രീതിയിൽ പോകുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം ഇത് ചെറിയൊരു കാര്യമല്ല, ഇത് വലിയ രീതിയിൽ തന്നെ ചർച്ചയാക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ
ഇത് നിയമസഭയൊക്കെ പാസ്സാക്കി ഒരു ബില്ലാക്കി ഇത് ഒരു തീരുമാനം ഉണ്ടാക്കുന്നത് കർശനമായി നടപ്പിലാക്കണം. കാരണം ഈ പറഞ്ഞതല്ല, നമ്മുടെ നാട്ടിൽ പോലീസ് സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവർ ഈ പറഞ്ഞവർ ഇത്രയും രഹസ്യമായിട്ടാണ് കാര്യങ്ങൾ നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇവർ നെറ്റ് സംവിധാനം ഉപയോഗിച്ചും ഈ രഹസ്യ കൂട്ടായ്മകൾ നടത്തിയൊക്കെ തന്നെ ഇടയ്ക്ക് എറണാകുളത്ത് ഇവിടെ ഒരു ഫ്ലാറ്റിൽ ഇതുവരെ ഇത്തരം നടക്കുമെന്ന് പറഞ്ഞ് പോലീസ് ചെന്നപ്പോൾ എല്ലാം ഇരുട്ടാണെന്ന് തന്നെ മൊത്തം ഇരുട്ടത്തിരുന്നാണ് അവർ. സാർ നമ്മൾ വെളിച്ചമാണ് നമ്മളവർ ആഗ്രഹിക്കുന്നത്. ഇതാണ് പറയുന്നത്, നമ്മൾ എന്താണ് ചെയ്യുക, അതിന് മൊത്തം വൈരുദ്ധിയാണ് ഇതിന്റെ ഇവരെ കാര്യങ്ങൾ. ഇവരൊക്കെ അത് ചിലപ്പോൾ ആകൃഷ്ടരാവരും കാണും, അതുകൊണ്ടായിരിക്കും ചില പലതും. കാരണം ഇരുട്ട്, അതുപോലെ തന്നെ ചോരയുടെ ഇപ്പം കടുത്തൊരു നിറമുള്ള ചോര, ആ കളറുള്ള ഡ്രസ്സ്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രത്യേക ഒരു വിഭാഗത്തിൻ്റെതായ ഒരു ചോര, അങ്ങനെയൊക്കെയുള്ള രീതിയാണ് ഇവര് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള എന്തോരം നരബലിയെ കണ്ടില്ലേ നമ്മൾ കേരളത്തിൽ? നരബലി നടത്തിയിട്ട് മനുഷ്യമാംസം ഭക്ഷിച്ചു എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമെന്നുള്ള കാര്യം. അതും അതിൽ പങ്കെടുത്ത ഒരാളാണെങ്കിൽ കവിയും കൂടെയാണ്. കവിയും അദ്ദേഹം സാംസ്കാരിക നായകനും അവിടുത്തെ വലിയ സാമൂഹ്യ പരിഷ്കർത്താവും ഒക്കെയാണ്. അങ്ങനെ ഒരാൾ. അപ്പോൾ ഇവരൊക്കെ പലരും പ്രസംഗിക്കുന്നതും പ്രവർത്തിക്കുന്നതും പോലെ ഒരു ബന്ധമില്ല നമുക്ക് മനസ്സിലായിട്ടില്ലേ. ഇപ്പം നമുക്ക് മാതൃക കാട്ടേണ്ടവർ തന്നെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ വൃത്തികേടുക്ക് കൂട്ടു നിൽക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരു വശത്ത് തീവ്രവാദം നമ്മളെ കാറുന്നത്, കാരണം ഏറ്റവും കൂടുതൽ തീവ്രവാദം ബാധിക്കുന്നത് കേരളത്തെയാണ്. കേരളത്തിൽ നിന്നുള്ള ആളുകളെയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്, ഇത്രയും വിദ്യാസമ്പന്നരായ. മറുവശത്താണ് ഇത്രയും അന്ധവിശ്വാസങ്ങളും ദുർമന്ത്രവാദവും ഈ സാത്താൻ സേവയെല്ലാം കൊണ്ട് വേറൊരു സമൂഹത്തിനെ ഇല്ലാതാക്കുന്നത്. മൊത്തം നമ്മൾ പറയുന്നത് അഭിമാനം കൊള്ളുന്നുണ്ട്, ഇപ്പം വിദ്യാസമ്പന്നരാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഏത്യസ്റ്റുകളുള്ളതും കേരളത്തിലാണ്. അതായത് നമുക്കറിയാം യുക്തിക്ക് അനുസരിച്ച് നിൽക്കുന്നവരാണ്, അതിനകത്ത് യുക്തിയെ മാത്രം വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ദൈവമില്ലാതെ ഇപ്പം എനിക്കൊന്നും ഇപ്പോഴത്തെ യുവാക്കൾക്കൊന്നും അപ്പം അമിതമായ ഭക്തിയോ തീരെ എത്യസ്റ്റ് ആവാത്ത രീതിയിൽ ഒരു മിഡായിട്ട് നിൽക്കുന്ന ഒരാൾക്കാരാണ്. അവർക്ക് ഇങ്ങനത്തെ വിഷയങ്ങൾ, കാരണം ഇപ്പം നേരത്തെ ആണെങ്കിൽ നമ്മൾ ഒന്നും പഠിക്കാതെ പോയിട്ട് ദൈവത്തെ വിശ്വസിച്ച് പോയി പരീക്ഷ എഴുതുന്നുണ്ടായിരുന്നു. ഇത് അപ്പൊ അതിന് പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ദൈവത്തെ കുറ്റം പറയും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ലേ, അവർക്കറിയാം കൃത്യമായിട്ട്. കാരണം പഠിച്ചാൽ മാത്രമേ പഠിക്കത്തുള്ളൂ, അതിന് തന്നെ ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് എവിടെയെങ്കിലും ഉന്നത മേഖലയിൽ എത്താൻ പറ്റുള്ളൂ. അല്ലാണ്ട് ദൈവം മാത്രം വിചാരിച്ചാൽ പോരാ, നമുക്കും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ ഒരു ചിന്തയുള്ളവരാണ് ഇപ്പോൾ വലിയൊരു സമൂഹവും വളർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ മറ്റുള്ളവരെ കൂടെ നന്നാക്കുള്ള ഒരു സംവിധാനം കൂടെ നടത്തണം. അതായത് ഇങ്ങനെ ദുർമന്ത്രവാദത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി അവരെ നല്ല വഴിക്ക് എത്തിക്കുക. അതിനെ കൃത്യമായി ഇപ്പം നമ്മൾ പറയുന്നത് അവരെ ചിലപ്പോൾ ഉപദേശിച്ച് നന്നാക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു പാട് തന്നെയാണ്. കാരണം അത്രയും വലിയ മേഖലകളിലുള്ളവരാണ് ഇതിനകത്തുള്ളത്. അതെ, കാരണം നമ്മൾ ഉപദേശിക്കാൻ ചെന്നാലും കേൾക്കുകയില്ല. അതിന് മാത്രമല്ല ശരത്ത്, എന്നെ കഴിഞ്ഞ ഒരു 1-2 ആഴ്ചകളായി ഞാൻ അപ്പുറപ്പോടെ നോക്കുന്ന ഒരു കാര്യമാണ് ഈ കേരളത്തിലെ ആത്മഹത്യ. ആ ഡോക്ടർമാർ, ലേഡി ഡോക്ടർമാർ, പോസ്റ്റ് ഗ്രാജുവേഷനുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ യുവാക്കൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ആ കാറിൽ കൊണ്ടുപോയി ലോറി ഇടിച്ച് കയറ്റി തന്നെ കണ്ടില്ലേ? എന്തൊരു ഭീകരമായൊരു മനസ്സാണെന്ന് ആലോചിച്ച് നോക്ക്. കാർ കൊണ്ടുവന്ന് ഇടിച്ച്, ലോറി ഇടിച്ച് ആത്മഹത്യ ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ ഒരിക്കലും നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു രീതിയാണ് ഇതൊക്കെ. ഒരു പക്ഷേ ഇതൊക്കെ തന്നെ മറ്റ് ഇത്തരത്തിലുള്ള ഈ ദുർബലമായ മനസ്സുള്ള, അതല്ലെങ്കിൽ ചാഞ്ചാട്ടമുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്കല്ല ഇത് ഒരു പ്രേരണയായിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാം, വേറെ ഒരുപാട് മാർഗങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ ജീവിതത്തിൽ ഒരുമിക്കാൻ പറ്റിയില്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ ചിലപ്പോൾ ഒരുമിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ മറ്റൊരു ലോകത്ത് ഒരുമിച്ച് ജീവിക്കാം, അങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് കാൽപ്പനിക സ്വപ്നങ്ങളായിരിക്കും. പക്ഷേ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പ്രായോഗികമായി ചിന്തിക്കുക. അത്രേ ഉള്ളൂ. നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ജീവിതം വളരെ നമ്മൾ നേരത്തെ വളരെ ഹ്രസ്വമാണ്. സമാധാനത്തെ എങ്ങനെ ജീവിച്ച കാലം കഴിഞ്ഞ് പോകാം, മരിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള മരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. ഈ മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് ഇപ്പോഴേ അതിനു വേണ്ടി പ്രായമൊന്നും ആയിട്ടില്ല ഇവർക്ക്. ഒരു 60 ദിവസം മുകളിൽ ചിന്തിച്ച് തുടങ്ങിയാൽ നമുക്ക് പിന്നും പറയാം ശരി, അവർ ചിന്തിക്കട്ടെ എന്ന്. ഇത്രയും ചെറിയ പ്രായത്തിലുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഈ അറിവ് കൂടിപ്പോയിന്റെ ഒരു പ്രശ്നമാണ്. കാരണം ഇതിപ്പം ജീവിച്ചോണ്ടെങ്കിൽ കുറച്ചുകൂടെ അറിയണം, എന്താ പറയാനാണ്, കടന്നു പോയി ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴാണ്. കാരണം നമ്മളിപ്പം ജീവിതത്തിനപ്പുറം എന്താണെന്ന് അറിയാനുള്ളൊരു കൗതുകം ആണ് ചിലപ്പോൾ ഈ രീതിയിലേക്ക് വരും. അത് അവരെ വല്ലാത്ത രീതിയിൽ അവരെ സ്വാധീനിക്കും. കാരണം ഇവർക്ക് സ്വാധീനിക്കാൻ എളുപ്പമാണ്. കാരണം അവർ ആ രീതിയിലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം പല ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഇങ്ങനത്തെ ഒരു ഇവിടേക്ക് വരുന്നെങ്കിൽ സാത്താൻ സേവയ്ക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നെങ്കിൽ ആദ്യം വരുമ്പോൾ ഇവർക്ക് സൗജന്യമാണ്. ആ ഒരു സിറ്റിങ്ങിൽ തന്നെ ഇവർ മൊത്തത്തിൽ കൗൺസിൽ ചെയ്ത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഫീസ് കൊടുക്കണം. അത് കൃത്യമായിട്ട് അവർ കൊടുത്തതിനെ കയറിയിരിക്കും. കാരണം അത്ര രീതിയിൽ അവരെ ക്ഷണിക്കുകയാണ്, അത്ര രീതിയിൽ അവരെ വിളിച്ചു വരുത്തണമെങ്കിൽ എന്തൊക്കെയായിരിക്കും അവിടെ നടക്കുന്നതെന്ന്. ഈ നമ്മുടെ നാട്ടിലെ മുമ്പ് ചില തീവ്രവാദ നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ നമ്മൾ യാർച്ചയായിട്ട് വഴി പോകുമ്പോൾ കേൾക്കുന്നത്, അവർ പ്രസംഗം നേരം നമുക്ക് തന്നെ തോന്നും ഇവ പറഞ്ഞത് ശരിയാണെന്ന് തോന്നും. അങ്ങനെ കൺവിൻസിംഗ് ആയിട്ട് പറയാൻ അവർക്ക് അസാമാന്യമായ കഴിവുണ്ട്. അല്ല, അതുപോലെയാണ് ഈ ഇത്തരത്തിലുള്ള ആളുകൾ ഇവരെ ഇങ്ങനെ ഈ സ്വാധീനിക്കുന്നത്. അല്ല, ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഈ കേരളത്തിൻ്റെ മനസ്സ് അങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരു പഠനം നടത്തേണ്ടതാണ്. നമുക്കിവിടെ CDSM അത് അല്ല പിന്നെ ഇതാണ് ഒരുപാട് നമ്മുടെ സർക്കാരിൻ്റെ പഠന കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. CDSM ഇപ്പോൾ സാമ്പത്തിക കാര്യങ്ങളൊക്കെ നോക്കാമെങ്കിൽ പോലും ഇതുപോലത്തെ അതെല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഇപ്പോൾ ശ്രീത്രയിലൊക്കെ ഉണ്ട്. ഒന്ന് പഠനം നടത്തണം. കേരളത്തിൻ്റെ പുതിയ തലമുറ ഇങ്ങോട്ട് പോകുന്നു. മാത്രമല്ല ശരത്തെ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആ തലമുറയിൽ നമ്മുടെ ഏറ്റവും വലിയ ബലം നമ്മുടെ സുഹൃത്തുക്കളാണ്. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബലങ്ങളിലൊന്ന് നമ്മുടെ കുടുംബം പോലെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. നമുക്കൊരു അത്യാവശ്യം വന്നാൽ
നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് ഒരിക്കലും ഒരു ആവശ്യം വന്നു എന്ന് പറഞ്ഞാൽ ഓടിയെത്താൻ അല്ലെങ്കിൽ മറ്റ് സഹായിക്കാൻ സുഹൃത്തുക്കൾ നമുക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നത്തെ തലമുറ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പലപ്പോഴും അവർ ഒതുങ്ങിക്കൂടെയാണ്. അവർ മൊബൈലും വെച്ച് അവരങ്ങ് മാറും. അങ്ങനെയുള്ള ആളുകൾ കൃത്യമായിട്ടും ഇത്തരത്തിലുള്ള ആളുകളെ മുമ്പിൽ ചെന്ന് പെടുകയും ചെയ്യും. ഇപ്പം മരിച്ചവരും അതുപോലെ തന്നെയാണ്. അവർക്ക് സമൂഹമായിട്ട് വലിയ അതെ അതെ, ആ കുട്ടി ഹോട്ടലൊന്ന് ഇറങ്ങുന്നു നേരെ വീട്ടിൽ കയറി പോകുന്നതാണ്. ആരോട്ട് ബന്ധമല്ല. ആരോട്ട് ഇപ്പം നമുക്ക് വീട്ടുകാരെ ആശ്രയിക്കാം, സ്വന്തം ഭാര്യ ആശ്രയിക്കാം. ഇൻ കേസ് ഇല്ല, നമുക്ക് അവരുടെ അടുത്ത് പറയാൻ പറ്റില്ല, സുഹൃത്തുക്കൾ ചേട്ടൻ പറയുന്നത് നമുക്ക് പല കാര്യങ്ങളും ഷെയർ ചെയ്യാൻ ഒരാൾ വേണം. എന്നാൽ ചിലപ്പോൾ ആ ഒരു പകുതി പ്രശ്നം തീരും. കാരണം ഒരാൾ തിരുത്താനുണ്ടെങ്കിൽ ചിലപ്പം കൃത്യമായിട്ട് വരും. നമ്മൾ സ്വാധീനം. കാരണം നമ്മളിപ്പോഴും ചിന്തിക്കുന്നത് ശരിയല്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. കാരണം മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അതാണ് ശരിയെന്ന് ചിന്തിക്കുന്ന കുറച്ചുണ്ട്. അപ്പൊ ഈ വാട്സ്ആപ്പ് സ്റ്റാറ്റസും ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസും ഒക്കെ കണ്ട് അതാണ്. കാരണം അതൊക്കെ ഈ കോപ്പി ചെയ്യണതന്നെ നമുക്ക് മലയാളികളാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അതൊക്കെ തന്നെ അവർ സ്വന്തം നിലപാടില്ലാന്ന് തുല്യമാണ്. അല്ല, എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പലരുണ്ട്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ജീവിതത്തിൽ ഇതുപോലത്തെ നമ്മളെ ജീവിതത്തിലെ ടെൻഷൻസ് ഒക്കെ ഉണ്ടാവുമെങ്കിലേ നമ്മൾ അവരെ പോയി കാണുകയും അവരെ സാന്നിധ്യത്തിൽ ഇരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടല്ലേ നമ്മളതങ്ങ് മറന്നു. പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് കഴിയുമ്പോഴേ നമ്മൾ ഭയങ്കര മനസ്സങ്ങ് ഫ്രഷ് ആവും. ഓക്കെ, അതില്ല. അപ്പം ഈ അതിൻ്റെ പ്രധാന കാര്യം പോസിറ്റീവായ കാര്യങ്ങൾ സംസാരിക്കുന്നവർ നമ്മൾ കൂടുതൽ ഇടപഴകുക എന്നുള്ളതാണ്. ചില ആളെ കണ്ടിട്ടില്ലേ, കണ്ട നെഗറ്റീവ് പറയുന്ന ആളുണ്ട്. അങ്ങ് നെഗറ്റീവാണ്. ഇവർ നെഗറ്റീവുകാരാണോ അതല്ല ഇവർ ഭാവിയെക്കുറിച്ച് ആശങ്ക ഉള്ളവരാണോ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചവരാണോ എന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. വളരെ വിചിത്രമായ ഒരു ലോകത്ത് ജീവിക്കുന്ന ഒരു സംഘം മനുഷ്യർ. അതെ, ഇതിൽ കൃത്യമായിട്ട് വേറെ കാര്യം കൃത്യമായിട്ട് പറയാൻ ഇതിനകത്ത് പറയാനുള്ളത് പറയുമ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ ഭൂരിപക്ഷം ആൾക്കാർ നമുക്കറിയാം യാഥാസ്ഥിതികരായിരിക്കും. കുറച്ച് പേർക്ക് ഈ കാര്യങ്ങളായിട്ട് പക്ഷേ 1-2 പേരെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ വിശ്വസിക്കുന്നവരും കാണും. തിരിച്ച് എഴുതി തള്ളാനാകില്ല. കാരണം കേരളത്തിന്റെ പോക്കങ്ങനെ. അങ്ങനെ എന്തെങ്കിലും തോന്നുക, ഇപ്പം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കൃത്യമായ ഒരു കൗൺസിലിങ്ങിന് തന്നെ പോവുക അല്ലേ? അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇത് അത്തരത്തിൽ നമ്മളിപ്പം നമുക്കറിയാം ഇപ്പം സമൂഹത്തിലെ പ്രമുഖരെയാണ് ഇതൊക്കെ ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം വീട്ടുകാർക്കായാലും എന്തെങ്കിലും സംശയം തോന്നിയാൽ പോലും എങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ കൃത്യമായിട്ട് കൗൺസിൽ കൊടുക്കുക. കാരണം ഇതിനൊന്നും സമയം വൈകാൻ പാടില്ല. ഈ ഫുൾ ടൈം മൊബൈലിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുന്നത് ഒന്ന് കുറച്ചിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക. പുതിയ തലമുറ ചെറുപ്പക്കാർ ചെയ്യണം. നമ്മളെ ഉപദേശിക്കുന്നതല്ല, നമ്മളൊരു നിർദ്ദേശം മാത്രമാണിത്. നമ്മളെല്ലാവരും ഇടപഴകി അങ്ങനെയൊക്കെ ആ ലോകത്ത് കഴിയുമ്പോണ്ടല്ലോ നമ്മളൊന്ന് കുറച്ചുകൂടെ നമ്മളൊന്ന് റെഡിയാവും. അതല്ലെങ്കിൽ ഇതിനകത്തിരുന്ന് നമ്മൾ ഇതൊക്കെ കാണുകയും ഈ ലോകത്ത് ഇതാണ് ശരി എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇന്ന് എത്തുക. അവസാനം ഇടയ്ക്കൊരു സംഭവം മറ്റേ എനിക്ക് തോന്നുന്നു ഏതൊരു ഗെയിം ഉണ്ടായി, ബ്ലൂ വെയിൽ എന്ന് പറയുന്ന ഗെയിം ഉണ്ടായി. ഇതുപോലെ തന്നെ കുട്ടികളൊക്കെ ഇതിന് ആത്മഹത്യ കൊച്ചു സ്കൂൾ കുട്ടികളും അതുപോലെ മുതിർന്നവർക്കും ആ ഒരു അഡിക്ഷൻ കയറിയിട്ട് അവരും ചെയ്തവരുണ്ട് അങ്ങനെ. അപ്പോൾ നമ്മൾ ചേട്ടൻ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് മൊബൈലിലും ഈ ഗെയിമിങ്ങിലും ഒക്കെ അഡിക്റ്റ് ആയവർ. അതുപോലെ തന്നെ ഇത് പല രീതിയിലും നമ്മളെ സ്വാധീനിക്കാൻ, ഇപ്പം നമുക്ക് നല്ലതല്ലാത്ത രീതിയിൽ സ്വാധീനിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിയുക. അതുപോലെ തന്നെ സമൂഹമായിട്ട് കൂടുതൽ ബന്ധം വെക്കുക. അതാണ് അതെ അതെ. മാത്രമല്ല നമ്മുടെ യോഗ, ഇപ്പോൾ മെഡിറ്റേഷൻ, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്ന തെറ്റൊന്നുമില്ല. നമ്മുടെ ഭാരതത്തിൻ്റെ സങ്കല്പം അനുസരിച്ച് യോഗയെക്കുറിച്ച് പറയുന്നത് തന്നെ ചിത്തവൃത്തി നിരോധം യോഗം എന്നാണ്. ചിത്തവൃത്തി നിരോധം അതൊക്കെ മാറ്റിയിട്ട് മനസ്സ് നല്ല ഫ്രഷ് ആക്കാനുള്ള സംവിധാനം എന്നാണ്. കുറച്ച് കായികമായിട്ട് എന്തെങ്കിലും ചെയ്യുക. അതായത് കുത്തിയിരുന്ന് ഈ കമ്പ്യൂട്ടറിൻ്റെയും ഈ മൊബൈലിൻ്റെ മുന്നിലിരുന്ന് ചെയ്ത് പലപ്പോഴും ഇവരൊക്കെ അത്തരത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് കൂടെ കടന്നു പോയവരായിരിക്കും. മാത്രമല്ല ഇവർക്ക് എനിക്ക് തോന്നുന്ന ഒരു കഥ കഴിവുണ്ടായിരിക്കും. ഇരയെ കണ്ടെത്താനുള്ള അസാമാന്യ കഴിവ് അവർക്കുണ്ടായിരിക്കും. കാര്യം എല്ലായിടത്തും ചെന്ന് ഇവർക്ക് ഈ വിദ്യ നടത്താൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ അടുത്ത് അങ്ങനെമാരാണ് നമ്മൾ ഓടിച്ചു വിടുവരാ. ഒരുപക്ഷെ നമുക്ക് തന്നെ അറിയാവുന്ന പലരും ചില ഇതുപോലെ അന്ധവിശ്വാസികളായിട്ട് നമ്മൾ ചില സുഹൃത്തുക്കൾ ബന്ധപ്പെട്ടവരൊക്കെ ഇതുപോലെ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. ഇതുപോലെ അവിടെ ഒരു അമ്മയുണ്ട്, നമുക്ക് അല്ലെങ്കിൽ മറ്റേ അയാളാണ് നമുക്ക് അവരെ കാണുന്നില്ല, പ്രശ്ന പരിഹാരം കാണാൻ നമ്മൾ കളഞ്ഞിട്ട് പോകാൻ പറയും. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ പറയും. പിന്നെ ചിലപ്പോൾ അവർ ഒരു അറ്റംപ്റ്റോട് നടത്തുവർ ചിലപ്പം. അപ്പം നമ്മളെ നിലപാട് കടുപ്പിക്കുന്ന കാണുമ്പോൾ ആരങ്ങ് പോകും. എപ്പോഴും മനുഷ്യൻ കഷ്ടകാലം വരുമ്പോഴായിരിക്കും പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ അതിനൊക്കെ പോകുന്നത്. തൊട്ടനും പിടിച്ചതിനും ഒക്കെ ഇത്തരത്തിൽ ദുർബലനായി നിൽക്കുമ്പോൾ അയാളെ സ്വാധീനിക്കാൻ എളുപ്പമാണ്. അതെ അതെ അതെ. മനസ്സുകൊണ്ട് ദുർബലനായ ഒരാളെ ആശ്വസിപ്പിക്കാൻ എന്ന രീതിയിലെത്തി അവരെ പതുക്കെ ഇങ്ങ് പിടിച്ചിടും. ഈ പിന്നെന്താണ് ഈ മിസറി ലവ്സ് കമ്പനി എന്ന് പറയും. അങ്ങനെ ഒരു ഇതുണ്ട്. ഈ വിഷമമുള്ളവനെ വേറെ ആളിനെ നോക്കി കിടക്കും. എനിക്ക് പിന്നെ പരീക്ഷ ബുദ്ധിമുട്ടായിരുന്നു, എഴുതാൻ ബുദ്ധിമുട്ടായി. ഞാൻ ശരത്തിൻ്റെ അടുത്ത് വയ്ക്കും. ശരത്ത് എനിക്ക് പരീക്ഷ എങ്ങനെയായിരുന്നു? ശരത്ത് പറയാണ് ഒരു രക്ഷയില്ല, ഞാൻ ഒന്നും എഴുതിയില്ല. ഞാൻ ശരത്ത് പറയാണ് എനിക്ക് പരീക്ഷ ഭയങ്കര എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞാൽ തകർന്നു. അതാണ് ആ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു സ്ഥിതിയാണ്. പക്ഷേ അത് നമ്മുടെ പുതിയ തലമുറയോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് ഇതൊക്കെ ഒന്ന് വിട്ടിട്ട് യാഥാർത്ഥ്യ ലോകത്തേക്ക് വരിക. ഈ ഭൂമിയിൽ നമുക്ക് എന്തായാലും നമ്മൾ ഭൂമിയിൽ വന്നിരിക്കുന്നു, നമ്മൾ കുറച്ചേരം ഇവിടെ ജീവിക്കണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് യാഥാർത്ഥ്യ ബോധത്തോടെ ജീവിച്ച് സ്വസ്ഥമായി വേറെ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ജീവിച്ചങ്ങ് കടന്നു പോകുക. നമുക്ക് അറിയാൻ പാടാത്ത കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് നല്ലതാണ്. പക്ഷേ തീരെ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അത് വലിയ ദുരന്തങ്ങളിലേക്ക് നമ്മെ കൊണ്ട് നിർത്തിക്കും. അതുതന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ച് ഇപ്പോഴേ മനസ്സ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് കാര്യങ്ങൾ വേറെ ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിൽ എങ്ങനെ മനസ്സമാധാനം ജീവിക്കുക എന്നുള്ള വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. തൽക്കാലം അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതല്ലാതെ നമുക്ക് വേറെ എന്താണ് ചെയ്യാൻ കഴിയുക? നമസ്കാരം.